നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സമാനതകളില്ലാത്ത അഴിമതി ആരോപണങ്ങളിലൂടെ കെടുകാര്യസ്ഥതയിലൂടെ മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ CPM. തെരഞ്ഞെടുപ്പിൽ നേരിട്ട വമ്പൻ തോൽവി ഒരു ഭാഗത്ത്, തോൽവിയിൽ നിന്ന് പാഠം പഠിക്കാനെന്നും തെറ്റുതിരുത്താനെന്നും പറഞ്ഞ് കമ്മിറ്റികൾ ചേരുന്നത് മറുഭാഗത്ത്. ആ കമ്മിറ്റികൾ ചേരുമ്പോൾ തന്നെയാണ് പാർട്ടിക്ക് നാണക്കേടായിക്കൊണ്ട് മറ്റ് അഴിമതി കഥകളുടെ നാറുന്ന കഥകൾ കൂടി പുറത്തു വരുന്നത്. ഇപ്പോഴിതാ PSC അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണം പാർട്ടിയെ പിടിച്ചുലയ്ക്കുകയാണ്. കോഴിക്കോടിലെ പ്രധാനപ്പെട്ട CPM നേതാവാണ് പ്രതിസ്ഥാനത്തുള്ളത്. കേസ് അട്ടിമറിക്കാനുള്ള വമ്പൻ നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നു എന്നുള്ളത് പുറത്തു വരികയാണ്. അതേസമയം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാകട്ടെ പാർട്ടിക്കുള്ളിലെ ഇത്തരം പുഴുക്കുത്തുകളെ തൂത്തെറിയണമെന്ന നിലപാടിൽ തന്നെയാണ്. CPM-നുള്ളിലെ വിഭാഗീയത മറനീക്കി പുറത്തു വരികയാണ് എന്ന് ചുരുക്കം. കോഴിക്കോട് കേന്ദ്രീകരിച്ച് നിരവധി നേതാക്കന്മാർ ഇതിനകം തന്നെ റിയൽ എസ്റ്റേറ്റ് മാഫിയ ബന്ധങ്ങളിലൂടെ കോടികൾ സമ്പാദിച്ചു എന്നുള്ളത് നേരത്തെ തന്നെ ഉയർന്ന ആരോപണമാണ്. അവിടുത്തെ ജില്ലാ സെക്രട്ടറി അംഗമായിരുന്ന ജോർജ് എം തോമസിനെ പാർട്ടി പുറത്താക്കിയതും ഇത്തരം ബന്ധങ്ങളുടെ ഭാഗമായിട്ടാണ്. റിയൽ എസ്റ്റേറ്റ് അഴിമതി കേസുകളുടെ ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ്. അതിൽ ജോർജ് എം തോമസിനെ അടുത്തിടെ തിരിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ PSC കോഴ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുളി ടൗൺ ഏരിയ കമ്മിറ്റി അംഗമാണ്. P മോഹൻ എന്ന കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ വിശ്വസ്തനാണ്. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനാകട്ടെ പിണറായി വിജയൻ്റെ വിശ്വസ്തനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അന്വേഷിക്കുമെന്നും യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരുമെന്നും പറഞ്ഞ PSC കോഴ ആരോപണം അറിഞ്ഞ മട്ട് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും കാണിക്കുന്നില്ല, അതുപോലെ ഏരിയ സെക്രട്ടറിയും കാണിക്കുന്നില്ല. ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടുള്ളിക്കെതിരെയുള്ള ആരോപണത്തിൽ വിശദീകരണം ചോദിച്ചിരിക്കുന്നു പാർട്ടി. എന്നാൽ അത് സാധാരണ നടപടിക്രമമാണെന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് P മോഹൻ അടക്കമുള്ളവർ ചെയ്യുന്നത്. CPM-നെ ഗ്രസിച്ചിരിക്കുന്ന ബാധ എന്താണ്? ഇതാണിപ്പോൾ കേരളത്തിലെ സഖാക്കന്മാർ ആലോചിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന ആരോപണം നമ്മളാരും മറന്നിട്ടില്ല. മാസപ്പടി കേസ്. മുഖ്യമന്ത്രിയുടെ മകളെന്ന പേരിൽ ഒരു സേവനവും നൽകാതെ എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കരിമണൽ ഖനന സ്വകാര്യ കമ്പനിയിൽ നിന്നും 1,72,00,000 രൂപ കോഴപ്പണമായി കൈപ്പറ്റുക, മാസപ്പടിയായി കൈപ്പറ്റുക, അഴിമതി പണമായി കൈപ്പറ്റുക. അതുമാത്രമല്ല, അതിൽ തീർന്നില്ല. അതിൽ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറം വമ്പൻ ഡീലുകൾ മുഖ്യമന്ത്രിയുടെ പേരിൽ നടന്നു എന്നുള്ളത് ആരോപണങ്ങളും ഉയരുന്നു. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പുണ്ടായത്. 19 സ്ഥലത്തും ദയനീയമായി തോറ്റു തുന്നമ്പാടി CPM എന്ന പാർട്ടി, ഇടതുപക്ഷമെന്ന പാർട്ടി. എന്നിട്ടും തെറ്റുതിരുത്താനെന്ന് പറഞ്ഞ് ജില്ലാ കമ്മിറ്റികൾ ചേരുന്നു. ഒരു ഭാഗത്ത് ജില്ലാ കമ്മിറ്റികൾ ചേരുന്നു, മറുഭാഗത്ത് പാർട്ടിയിലെ നേതാക്കന്മാരും സഖാക്കന്മാരും, എന്തിനേറെ പറയുന്നു പോഷക സംഘടനകളും അതുപോലെ വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ തന്നെ സ്വന്തം നിലയിൽ അഴിമതി നടത്തുന്നു. M സ്വരാജ് എന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കേരളത്തിൻ്റെ ആരാധ്യനായ ഗവർണറെ വിശേഷിപ്പിച്ച വാക്കുകൾ നമുക്കറിയാം. ചിത്തഭ്രമം സംഭവിച്ച വ്യക്തിയാണ് എന്ന രീതിയിൽ. ഒരു ഭാഗത്ത് തെറ്റുതിരുത്തുന്ന പാർട്ടിയാണ്, ആ പാർട്ടിയുടെ നേതാവാണ് ജനങ്ങൾക്ക് മുന്നിൽ ഇത്രത്തോളം അപഹാസ്യനായി പെരുമാറുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. മറുഭാഗത്ത് അതിൻ്റെ വിദ്യാർത്ഥി സംഘടന SFI, ആ SFI ഇപ്പോഴും കോളേജ് ക്യാമ്പസുകളിൽ ഇടിമുറികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ കാര്യവട്ടത്ത് നമ്മളത് കണ്ടതാണ്. ഒരു KSU പ്രവർത്തകൻ സമയോചിതമായ ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ലെങ്കിൽ അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടേനെ. വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ ഗതി വരുമായിരുന്നു ഈ ചെറുപ്പക്കാരനും. അങ്ങ് വടക്കൊരു കോളേജിൽ SFI നേതാവിൻ്റെ പ്രസംഗം കേരളം മുഴുവൻ കണ്ടതാണ്. പ്രിൻസിപ്പാളിൻ്റെ 2 കാലും വെട്ടിയെടുക്കുമെന്ന്. 2 കാലിൽ പ്രിൻസിപ്പൽ കോളേജിനുള്ളിലേക്ക് കയറില്ല എന്ന്. അപ്പോൾ തെറ്റുതിരുത്താൻ ഇറങ്ങുന്ന CPM-ന്റെ യുവജന സംഘടനയും വിദ്യാർത്ഥി സംഘടനയുടെയും പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം. അതിനിടയിലാണ് ഇപ്പോൾ PSC അംഗത്വത്തിന് വേണ്ടി പോലും കോഴ വാങ്ങുന്ന രീതിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മുൻവാതിലിലൂടെ PSC-യിലൂടെ എംപ്ലോയ്മെൻറ്റിലൂടെ കേരളത്തിൽ ജോലി ലഭിച്ച എത്ര പേരുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം.
അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് പിൻവാതിലൂടെ പാർട്ടി നേതാക്കൾക്ക് കോഴ നൽകി, പാർട്ടിയിലെ ക്രിമിനലുകൾക്ക് പിൻവാതിൽ നിയമനം നൽകി കേരളത്തിലെ തസ്തികകൾ നികത്തിയെടുത്തത് എന്ന് നമ്മൾ ചിന്തിക്കണം. 100 പേരെ PSC വഴിയോ എംപ്ലോയ്മെൻറ്റ് വഴിയോ എടുത്തെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി 1000 പേരെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിൻവാതിൽ വഴി തിരികെ കയറ്റിയിരിക്കുന്നു കേരളത്തിലെ സകല വകുപ്പുകളിലും. അത്രത്തോളം കൊടിയ അഴിമതിയാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് നടന്നത്. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ അറിഞ്ഞില്ല, കേട്ടില്ല, പരിശോധിക്കും എന്ന ഒഴുക്കൻ മറുപടി തന്നെയാണ്. അതിന് സമാനമായൊരു മറുപടിയാണ് ഇപ്പോൾ PSC കോഴക്കേസിലും ഉണ്ടായിരിക്കുന്നത്. ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുള്ളിൽ നിന്ന് വിശദീകരണം തേടാനുള്ള നീക്കം. കഴിഞ്ഞ കുറേ കാലമായി കോഴിക്കോട്ടെ പാർട്ടിയിൽ പുകയുന്നത് പാർട്ടിക്ക് നിരക്കാത്ത നടപടികളാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പാർട്ടിക്കുള്ളിലെ തർക്കങ്ങളും പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയുമാണ് ഇപ്പോൾ ഈ PSC കോഴ ആരോപണം പുറത്തു വരാൻ ഇടയാക്കിയതെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട് പാർട്ടി ജില്ലാ കമ്മിറ്റിയെ പിടിച്ചടക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിൽ എതിരുള്ള ഒരു വിഭാഗമുണ്ട്. മുഖ്യമന്ത്രിയുടെ തണലിൽ, മുഖ്യമന്ത്രിയുടെ സംരക്ഷണയിൽ പാർട്ടിയിലെ കോഴിക്കോട് വിഭാഗത്തെ കൈപ്പിടി ഒതുക്കാനുള്ള മുഹമ്മദ് റിയാസിൻ്റെ ശ്രമങ്ങൾക്കെതിരെയുള്ള വലിയ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ പുറത്തു വന്ന PSC കോഴ വിവാദം എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത CPM നേതാവ് കോഴ വാങ്ങിയെന്ന ആരോപണം ഒതുക്കിയത് സംസ്ഥാന നേതാക്കളുടെ അറിവോടെയാണ്. പല നേതാക്കൾക്കെതിരെയും മറ്റു പല ആരോപണങ്ങളും ഉയരാൻ സാധ്യതയുണ്ടെന്നത് മുൻനിർത്തിയാണ് ഈ നീക്കം. പരാതി പുറത്തറിയിക്കുന്ന സ്ഥിതി ഇല്ലാതാക്കാൻ ഒത്തുതീർപ്പിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ തന്നെ രംഗത്തു വന്നു കഴിഞ്ഞു. പ്രശ്നം വഷളാകാതിരിക്കാൻ പാർട്ടി പതിവ് ജില്ലാ സെക്രട്ടറി യോഗം തിങ്കളാഴ്ച ഒഴിവാക്കി. അതേസമയം ഇക്കാര്യം ഗൗരവത്തോടെയാണ് സംസ്ഥാന നേതൃത്വം കാണുന്നത്. തട്ടിപ്പുകാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കി. ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നേരത്തെ പരാതി ഉന്നയിച്ചിരുന്നു. ആ പരാതി പാർട്ടി ഗൗരവത്തോടെയാണ് കാണുന്നത്. ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ ഓഫീസിലും പരിസരത്തും നേതാക്കൾക്കൊപ്പം നിരന്തര സാന്നിധ്യമായി നിൽക്കുന്നതാണ് കോക്കസ് ആരോപണത്തിൻ്റെ അടിസ്ഥാനം. കോഴ വാങ്ങിയ ഏരിയ കമ്മിറ്റി അംഗവും ഇതിൻ്റെ ഭാഗമാണെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. അന്വേഷണം കടുപ്പിച്ചാൽ പല റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളിലേക്കും അത് എത്തുമെന്നതാണ് പ്രശ്നം. ഒത്തുതീർക്കാൻ കച്ചവടക്കാർ രംഗത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പരാതി പുറത്തു വരില്ലെന്ന് ഉറപ്പായതോടെയാണ് ആരോപണ വിധേയനായ നേതാവ് പരസ്യമായി പ്രതികരിച്ചതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. പ്രമോദ് കോട്ടുള്ളിയെ രക്ഷിക്കാൻ ഉന്നതങ്ങളിൽ നിന്നും ശ്രമം തുടങ്ങി. പണം തിരിച്ചു കിട്ടുമെന്ന ഉറപ്പ് ലഭിച്ചതിനാൽ പരാതിക്കാർക്കും ഇപ്പോൾ മിണ്ടാട്ടമില്ല.